ആഴ്ചക്ക് 1000 മുട്ട ഞാൻ എടുക്കാം. എന്റെ നമ്പർ ഉണ്ടല്ലോ, എന്നെ വിളിക്കും, ഞാൻ 1000 മുട്ട ഞാൻ സെലക്ട് ചെയ്യാം. നമ്മുടെ വീട്ടിലേക്കുള്ള അടുത്ത ഇൻക്യുബേറ്റർ KRS സന്തോഷേട്ടന്റെ വക സൗജന്യമാണ് കേട്ടോ. സന്തോഷേട്ടൻ സന്തോഷമായിട്ട് തന്ന സാധനമാണ്. കൊറിയർ അയക്കാൻ പോണ ഇൻക്യുബേറ്റർ ഇന്ന് കൊറിയർ അയക്കാൻ പോകുന്നതാണ്. എത്ര ഉണ്ട് ഇന്ന് മൊത്തം? ഇന്ന് ഈ വണ്ടിയിൽ കൊള്ളുന്നത് വണ്ടിയിൽ കൊള്ളുന്ന ഏറ്റവുമാണ്. 2-3 റൗണ്ട് അടിക്കേണ്ടി വരും തോന്നല്ലേ? ഉച്ചയായിട്ട് കൊണ്ടുപോകേണ്ടി ഉച്ച കഴിഞ്ഞ് കൊണ്ടുപോകേണ്ടി വരും. കോഴി വളർത്തി എങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാക്കാം എന്നുള്ള നല്ലൊരു കമന്റ് ഇട്ടാൽ മാത്രം മതി. ഈ വലുത് വേണമെങ്കിൽ വലുത്, ഒരാൾക്കല്ല 3 പേർക്കാണ്. അതെ, വലുത് വേണ്ടവർക്ക് വലുത്, ചെറുത് വേണ്ടവർക്ക് ചെറുത്, ഏത് വേണേലും കിട്ടും. പിടിച്ചു നിർത്തിയതാണ് സാധനം ഓടിക്കൊണ്ടിരിക്കുക. തീരെ സൗണ്ട് ഇല്ല. ഇതാണ് അന്ന് നമ്മൾ പറഞ്ഞത്, ബെഡ്റൂമിൽ വെച്ചാൽ പോലും ഒരു ശല്യമില്ല. ബെഡ്റൂമിൽ വെച്ചാൽ പോലും ഒരു ശല്യമില്ല. അവിടെ ഇരുന്നുകൊണ്ട് കോഴി വിരിഞ്ഞോളൂ. പാലക്കാട് KRS ഇൻക്യുബേറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ഇവിടുന്ന് ചെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കച്ചവടവും സന്തോഷമായിട്ട് കിട്ടി. അതിന്റെ സന്തോഷമായിട്ട് എനിക്കൊരു ഇൻക്യുബേറ്റർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് വലിപ്പത്തിലുള്ള ഇൻക്യുബേറ്റർ ആണ് എനിക്ക് 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ തരാൻ വേണ്ട. 200 മുട്ട, അതായത് ഇപ്പൊ ഈ ഇരിക്കുന്നത് മുട്ട ഇതാണ് 200 മുട്ട വയ്ക്കുന്നത്. 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ ആണ് സന്തോഷേട്ടൻ എനിക്ക് തരാന്ന് പറഞ്ഞത്. എന്തായാലും ശരിക്കും ഇത് നമ്മുടെ മാത്രം കഴിവുകൊണ്ടുണ്ടായ ഒരു റീച്ച് അല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ചേട്ടാ, ഇതേ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ വീഡിയോ കണ്ട് നമുക്ക് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്ക് കൊടുത്താലോ? പ്രേക്ഷകർക്കും കൊടുക്കാം, നിങ്ങൾക്കും തരാം. നിങ്ങൾക്ക് തരാനുള്ളത് ഞാൻ തരും. പ്രേക്ഷകർക്ക് നമുക്ക് കൊടുക്കാം. പ്രേക്ഷകർക്ക് എത്ര കൊടുക്കും? 3 കൊടുക്കാം. വലുതോ ചെറുതോ അവർക്ക് ഏത് ആവശ്യമാണ് കൊടുക്കാം. അതായത് എനിക്ക് തരാന്ന് പറഞ്ഞാൽ ഈ വലിയ ഇൻക്യുബേറ്റർ കൂടാതെ 3 എണ്ണം പ്രേക്ഷകർ കൊടുക്കാം. നല്ല കമന്റ് കിട്ടണം. കോഴി കർഷകർ കോഴി വളർത്തി ലാഭം ഉണ്ടാക്കുന്ന നല്ലൊരു കമന്റ്. എങ്ങനെ കോഴി വളർത്തി എങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാക്കാം എന്നുള്ള നല്ലൊരു കമന്റ് ഇട്ടാൽ മാത്രം മതി. എങ്ങനെ കോഴി വളർത്തി ലാഭം ഉണ്ടാക്കാവുന്ന ഒരു നല്ല കമന്റ് ഇടുന്ന 3 പേർക്ക്, 3 നല്ല കമന്റുകൾക്ക് ഈ വലിപ്പത്തിലുള്ളതോ അല്ലെങ്കിൽ ഈ ചെറുതോ, അതായത് അവരുടെ ആവശ്യത്തിന് വീട്ടാവശ്യത്തിന് ചെറുത് മതി, ചെറുത് കൊടുക്കാം. ചെറിയ ടൈപ്പ് മതിയെങ്കിൽ ചെറുത്, വലിയത് വേണമെങ്കിൽ അവരിത് ബിസിനസ് പരമായി ചെയ്യുന്ന ആൾക്കാണെങ്കിൽ വലുത് വേണമെങ്കിൽ വലുത് കൊടുക്കാം. ഈ ഇൻക്യുബേറ്റർ അല്ലേ നമ്മൾ അന്ന് പറഞ്ഞ ഈ ഒരു ഇൻക്യുബേറ്ററിൽ നിന്ന് 7,000-7,500 ഒരു മാസം വരുമാനം ഉണ്ടാക്കാം. 22 ദിവസം കൂടുമ്പോൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻക്യുബേറ്റർ ആണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു കമന്റ്, അതായത് എങ്ങനെ കോഴി വളർത്തൽ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു നല്ലൊരു കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തും സെലക്ട് ചെയ്യുന്ന 3 പേർക്ക്. പക്ഷേ ഒരു ദയവ് ചെയ്തിട്ട് ഒരു കാര്യം ഒന്നും പറയാം, കിട്ടി ഇൻക്യുബേറ്റർ കൈ കിട്ടിയ ശേഷം അവരെ താഴെ ഒരു കമന്റ് ഇടണം. കിട്ടി എന്നുള്ള കാര്യം പറയണ്ട, സത്യസന്ധമായി പറയണം. എന്താ വെച്ചാൽ പല ആളുകൾ പല തരമാണ്. അപ്പൊ ഞാൻ കൊറിയർ ചാർജ് അടക്കം ഞാൻ അയച്ചു തരും. നിങ്ങൾ കൈ കിട്ടി കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ ഫോട്ടോ കിട്ടിയെന്നുള്ള മെസ്സേജ് മാത്രം അയച്ചാൽ മതി. ശരി. 3 പേർക്ക് നല്ല അവർക്ക് ഏത് ആവശ്യം കൊടുക്കാം. നമുക്ക് ഏത് വേണമല്ലോ, അത് നിങ്ങൾ പറയാം. അതായത് കമന്റ് ഇതിനെപ്പറ്റി ധാരണ ഉള്ളവരായിരിക്കുമല്ലോ ഇതിനെപ്പറ്റി കമന്റ് ഇടുന്നത്. അങ്ങനെ കമന്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ വലുത് വേണമെങ്കിൽ വലുത്, ഒരാൾക്കല്ല 3 പേർക്കാണ്. അതെ, വലുത് വേണ്ടവർക്ക് വലുത്, ചെറുത് വേണ്ടവർക്ക് ചെറുത്, ഏത് വേണേലും കിട്ടും. ഇത് ഷോജിബായിക്കോളട്ടോ. അതാണ് ഇത് കായംകുളത്തിന് പോകാനുള്ള റെഡിയാക്കി വെച്ചേക്കാണ്. ശരിക്കും എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു സംഭവം ചേട്ടാ, ഒട്ടും സൗണ്ട് ഇല്ലെന്നുള്ളതാട്ടോ. നിങ്ങളുടെ ഇൻക്യുബേറ്റർ പ്രവർത്തിക്കുമ്പോഴത്തേക്കും ഫാൻ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല. ഫാൻ അതെ കണ്ട, ഞാൻ പിടിച്ചു നിർത്തിയതാണ്. ഫാൻ ഓടിക്കൊണ്ടിരിക്കുക, തീരെ സൗണ്ട് ഇല്ലാത്ത സാധനം. നമ്മൾ സൗണ്ട് ഉള്ളതുണ്ടായിരുന്നു നേരത്തെ, അതിനകത്ത് റിട്ടേൺ കൊടുക്കും. കുറച്ചൊക്കെ കൊണ്ടുപോയിട്ട് കുറച്ച് ശരിയാക്കി മനസ്സിലാക്കി റിട്ടേൺ. ഇതാണ് അന്ന് നമ്മൾ പറഞ്ഞത്, ബെഡ്റൂമിൽ വെച്ചാൽ പോലും ഒരു ശല്യമില്ല. ബെഡ്റൂമിൽ വെച്ചാൽ പോലും ഒരു ശല്യമില്ല. അവിടെ ഇരുന്നുകൊണ്ട് കോഴി വിരിഞ്ഞോളൂ. കോഴി കുഞ്ഞുങ്ങൾ കുറച്ച് ആളുകൾക്ക് നേരത്തെ കുറച്ച് സൗണ്ട് ഉണ്ടായിരുന്നു. അത് എനിക്കത് മനസ്സിലാക്കി ചെറിയ പ്രശ്നം. ഞാൻ കമ്പനി ഇറക്കുന്നില്ല ഇപ്പോൾ, അവരുടെ സാധനം എടുക്കുന്നില്ല. ഓക്കെ. അപ്പൊ ഇനി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമ്മളൊരു ഇനിയൊരു 22-23 ദിവസം കഴിയുമ്പോഴേ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ഇൻക്യുബേറ്ററിനകത്ത് സന്തോഷമായിട്ട് ഇൻക്യുബേറ്റർ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കൊണ്ടുപോകുന്ന ആളുകളും എൻ്റെ അത് ചോദിച്ചിട്ട് വേണം വെക്കാൻ. മുട്ട വയ്ക്കുന്ന രീതി എങ്ങനെയാണ് മുഴുവൻ A to Z കാര്യങ്ങൾ മുഴുവൻ എൻ്റെ ചോദിക്കുക. ഇത് കൊണ്ടുപോയിട്ട് അതിന് പൂവില്ലാത്ത മുട്ട വെച്ചിട്ട് കംപ്ലൈന്റ് വരാൻ പാടില്ല. അവർക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. കൊണ്ടുപോയിട്ട് കടയിൽ നിന്ന് മുട്ട വാങ്ങിയിട്ട് സന്തോഷം വിരിഞ്ഞില്ല പറഞ്ഞു ഒരെണ്ണം പോലും വിരിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്തമല്ല. പൂവില്ലാത്ത മുട്ട വാങ്ങി ഞാൻ ഉത്തരവാദിത്തമല്ല. അപ്പൊ അത് ദയവ് ചെയ്തിട്ട്. ശരി, ഞാൻ വേറെ സംശയം ചേട്ടാ, ഈ കോഴിമുട്ടയ്ക്ക് ഡിമാൻഡ് ഉണ്ടോ ചേട്ടാ? ശരിക്കും ഞാൻ ആഴ്ചക്ക് 1000 മുട്ട ഞാൻ എടുക്കാം. എന്റെ നമ്പർ ഉണ്ടല്ലോ, എന്നെ വിളിക്കും, ഞാൻ 1000 മുട്ട ഞാൻ സെലക്ട് ചെയ്യാം. കേരളത്തിൽ എവിടെയായാലും കേരളത്തിൽ മുട്ട ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കും. എന്റെ നമ്പറിൽ വിശ്വാസപ്രകാരം കൊടുക്കണം.
സത്യമാണ് മുട്ട കിട്ടാനില്ല. എന്റെ ഒരുപാട് എനിക്ക് ഒരുപാട് കച്ചവടം പെൻഡിങ് കിടക്കുന്നത്. കാരണം മുട്ട സന്തോഷം മുട്ടയും മുട്ട ഇൻക്യുബേറ്ററായിട്ട് ചോദിക്കുമല്ലേ? അപ്പൊ ഞാൻ അവിടുന്ന് കൊടുക്കും. അതെ, അത്രയും ഡിമാൻഡുള്ള സംഭവമാണ്. നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് 10 ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, അല്ലെ 10 വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നാടൻ കോഴിയുടെ 10 ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അറിയാൻ പറ്റും ഇതിന്റെ ഒരു ഡിമാൻഡ്. ഫേസ്ബുക്കിൽ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിന്റെ ഒരു ഡിമാൻഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇത് പിന്നെ വെറുതെ വന്നിട്ട് ഒരു കൃഷി ചെയ്യാത്ത ആൾക്കാരും അടിയൊന്ന് കമന്റ് ഇട്ടും അത് നമ്മൾ മൈൻഡ് ചെയ്യണം. അതായത് നിങ്ങൾക്കുള്ള ഇൻക്യുബേറ്റർ ഇവിടെ തയ്യാറായിട്ടിരിപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നു ഇവിടെയൊക്കെ ഫില്ലായിട്ടിരിക്കുവായിരുന്നല്ലോ. അത്യാവശ്യം കച്ചവടം കുഴപ്പമില്ല, കച്ചവടമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വരാനുള്ള ഇൻക്യുബേറ്റർ ഈ ഇരിക്കുന്നതിനകത്ത് 3 ഇൻക്യുബേറ്റർ നിങ്ങൾക്കുള്ളതുണ്ട്. എനിക്കുള്ളത് ഞാൻ കാറിനകത്ത് കയറ്റാൻ പോകുന്നു. നമുക്കൊരു മാർച്ച് 1-ാം തീയതി സെലക്ട് ചെയ്യാലോ. മാർച്ച് 1-ാം തീയതി ഷോജി പയ്യനെ സെലക്ട് ചെയ്തിട്ട് എനിക്ക് അഡ്രസ് അയച്ചാൽ മതി. നിങ്ങൾ സെലക്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെടുന്ന 3 കമന്റ്. കോഴിക്കൃഷി ലാഭമാണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന, അല്ലെ എങ്ങനെ ലാഭകരമാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ള 3 നല്ല കമന്റ് ചെയ്യുക. നല്ല കമന്റുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളത് 100 ആണെങ്കിൽ 100, 200 ആണെങ്കിൽ 200 ഏത് ഇൻക്യുബേറ്റർ നമുക്ക് കൊടുക്കാം. വീട്ടാവശ്യത്തിന് 200 മുട്ട കൊണ്ട് വെച്ച് കാണുന്ന ആൾക്കാരാണ്. വേറെ സംഭവം 200 മുട്ട കിട്ടാൻ പ്രയാസമാണ്. മുട്ട കിട്ടാൻ പ്രയാസമാണ്. മുട്ടയുള്ള ആൾക്കാർക്ക് എന്നെ അറിയിക്കാം, ഞാൻ ഓർഡർ കൊടുക്കാം. അത് നിങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്രയും പ്രയോജനമുള്ള ബിസിനസ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഇൻക്യുബേറ്റർ ഇതായി വിട്ടിരിക്കുന്നു. അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കായംകുളത്തോട്ടുള്ള ഇൻക്യുബേറ്റർ ഇതായിരിക്കുന്നു.